السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ യുവ പണ്ഡിതന്മാർ, ഹാഫിളീങ്ങൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, കുല്ലമാ അദ്ദബനി ദഹ്ർ അറാനി നഖ്സ അഖ്ലി വഇദാ മസ്ദത്തു ഇൽമൻ സാദനി ഇൽമൻ ബിജഹ്ലി. കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലം ധാരാളം മര്യാദകൾ എനിക്ക് അറിയിച്ചു തരുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ വലിയ ബുദ്ധിമാനാണ്, വിവേകശാലിയാണ് എന്ന വിധത്തിൽ നേരത്തെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കാലഘട്ടത്തിൽ ഓരോന്നും ഗ്രഹിക്കുമ്പോഴാണ് എൻ്റെ ബുദ്ധിക്ക് ന്യൂനതയുണ്ട് എന്നത് ഗ്രഹിക്കാൻ സാധിക്കുക. വൈദാ മസ്ദത്തു ഇൽമൻ, ഞാൻ അറിവ് എനിക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സാദനി ഇൽമൻ ബിജഹ്ലി, എനിക്ക് അറിവില്ലായിരുന്നു എന്നും എനിക്ക് അറിവില്ലായ്മയാണ് ഉള്ളത് എന്നും ആ അറിവുകൾ എനിക്ക് വിവരം നൽകുന്നു. പഠിച്ചാൽ എത്രയും തീരാത്തതാണ് അറിവ്, ആർക്കും അവസാനിപ്പിക്കാൻ കഴിയാത്തതാണ് അറിവ്. ആ അറിവ് കൂടുതൽ ലഭ്യമാക്കാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ സനദ് വാങ്ങിയ യുവ പണ്ഡിതന്മാർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിഖദ്രിൽ കദ്ദി തുക്തസബുൽ മആലി വമൻ തലബൽ ഉലാ സഹറൽ ലയാലി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടോ അത്രത്തോളം ഉന്നതങ്ങൾ ലഭ്യമാകും. വമൻ തലബൽ ഉലാ, ഒരാൾ ഉന്നത സ്ഥാനത്തേക്ക് എത്തണം എന്ന് ഉദ്ദേശിച്ചാൽ സഹറൽ ലയാലി, രാത്രിയിൽ ഉറക്കമൊഴിച്ച് പഠിക്കാനും ഗ്രഹിക്കാനുമൊക്കെ തയ്യാറാകണം. വമൻ റാമൽ ഉലാ മിൻ ഗൈരി കദ്ദി അളാഅൽ ഉംറ ഫീ തലബിൽ മുഹാലി. അതേ സമയത്ത് ഒരാൾ അധ്വാനത്തിനൊന്നുമില്ല, എനിക്ക് എല്ലാ ഉന്നത സ്ഥാനങ്ങളിലും കയറി പിടിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ്റെ കാലം അവൻ അസാധ്യമായത് തേടുന്നതിൽ അവൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തിയവനാണ്. അധ്വാനം കൊണ്ട് മാത്രമേ എന്തും നേടാൻ കഴിയുള്ളൂ. തറൂമുൽ ഇസ്സ സുമ്മ തനാമു ലൈല യഗൂസുൽ ബഹറ മൻ തലബൽ ലആലി. മുത്ത് ലഭിക്കണം എന്നുദ്ദേശിക്കുന്നവൻ കടലിൽ മുങ്ങേണ്ടി വരും. അതേ സമയത്ത് നല്ല ഇസ്സത്തുണ്ടാകണം എന്ന് ഉദ്ദേശിക്കുകയും രാത്രിയിൽ എല്ലാവരെക്കാളും നേരത്തെ കിടന്നുറങ്ങുകയും വളരെ വൈകി എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്താൽ ഒരിക്കലും തന്നെ ഇസ്സത്ത് നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൽമ് എന്ന് പറയുന്നത് അത് വളരെ മഹത്വമേറിയ ഒരു വിഷയമാണ്. സാധാരണക്കാരായ എൻ്റെ മാന്യരായ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, ഈ അടുത്ത സമയത്ത് ഒരുപക്ഷെ നേരത്തെ പ്രസംഗിച്ച ഉസ്താദുമാരോ നേതാക്കളോ പറഞ്ഞുവോ എന്ന് എനിക്കറിയില്ല, ഒരു പാവപ്പെട്ട ഉമ്മയെ ഒരു കുട്ടി, ചെറുപ്പക്കാരനായ ഒരു മകൻ കൊടുവാളെടുത്ത് വെട്ടിക്കൊന്നു. ജന്മം നൽകിയതാണ് ആ ഉമ്മ ചെയ്ത തെറ്റ് എന്ന് യാതൊരു ലജ്ജയും ഇല്ലാതെ ആ ചെറുപ്പക്കാരൻ പറയുകയും ചെയ്തു. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സന്മാർഗത്തിലായി നിലനിർത്തി, സന്മാർഗത്തിലായി നമുക്ക് കാണിച്ചു തന്ന്
നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തെരുമാറാകട്ടെ. ഈ പണ്ഡിതന്മാരെ, ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെ, അതെ, അവർ ആലിമീങ്ങളാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ച രക്ഷിതാക്കൾ അവർ ഭാഗ്യവാന്മാരാണ്. അതേപോലെ ദീനിൻ്റെ സ്ഥാപനങ്ങളിൽ അൽഹംദുലില്ലാ പഴയ കാലം പോലെയല്ല, കാലോചിതമായി ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ പുതിയ തലമുറക്ക് സർവ്വ സൗകര്യങ്ങളുമുണ്ട്. വിദ്യാഭ്യാസം നേടാൻ നമ്മുടെ കുട്ടികളെ നാം സന്നദ്ധരാക്കണം. നമ്മുടെ മക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരല്പ ദിവസം കഴിയുമ്പോൾ എന്നെ പോറ്റി വളർത്തിയ വകയിലാണ് ഞാൻ ബാപ്പയുടെ കഴുത്തിന് കത്തിവെക്കുന്നത്, എന്നെ പ്രസവിച്ച വകയിലാണ് ഞാൻ ഉമ്മയെ വെട്ടിക്കൊല്ലുന്നത് എന്ന് പറയുന്ന മക്കൾ നമുക്ക് മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ സന്താന പരമ്പരകളോ ഉണ്ടാകാത്ത വിധം നമ്മുടെ മക്കൾക്ക് ആത്മീയമായ അറിവ് നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ആരും ഇവിടെ പണ്ഡിതന്മാരായി ജനിക്കുന്നില്ല. തഅല്ലം ഫലൈസൽ മർഉ യൂലദു ആലിമ. ഇമാം ശാഫിഈ റളിയല്ലാഹു പറഞ്ഞു, അധ്വാനിച്ച് നീ പഠിക്കൂ, ഒരു വ്യക്തിയും ഇവിടെ ആലിമായി പ്രസവിക്കപ്പെടുന്നില്ല. വലൈസ അഖൂ ഇൽമിൻ കമൻ ഹുവ ജാഹിലു. ഒരിക്കലും അറിവുള്ളവനും അറിവില്ലാത്തവനും തുല്യമല്ല. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചില്ലേ, ഒരിക്കലും അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമല്ല. വഇന്നാ കബീറൽ ഖൗമി ലാ ഇൽമ ഇൻദഹു സഗീറുൻ ഇദ തഫത് അലൈഹിൽ ജഹാഫിലു. എവിടെയും നമുക്ക് കാണാൻ സാധിക്കും, ആള് വലിയ ആളാണ്, പക്ഷെ അറിവില്ല, എന്നാൽ അദ്ദേഹം ചെറിയ ആളാണ്. അതേ സമയത്ത് ആള് വലുതാകുന്നത് അറിവുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളുടെ മുന്നിൽ തന്നെ ഇൽമു കൊടുത്തുകൊണ്ടാണല്ലോ ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചത്. വഇന്നാ സഗീറൽ ഖൗമി ഇൻ കാന ആലിമ കബീറുൻ ഇദാ റുദ്ദത് ഇലൈഹിൽ മഹാഫിലു. എത്ര ചെറിയ ആളും ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ വലിയ തറവാട്ടുകാരനായി അറിയപ്പെടുന്നവനാവില്ല, ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, ചിലപ്പോൾ ആരോഗ്യം അത്ര കൂടുതൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതേ പ്രശസ്തമായ കുടുംബത്തിൽ ജനിച്ച ആളാകണമെന്നില്ല. പക്ഷേ ഇൻകാന ആലിമൻ, അദ്ദേഹം വിവരമുള്ള ആളായാൽ കബീറുൻ, അദ്ദേഹം വലിയവനാണ്. അപ്പം നമ്മൾ വിവരം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും വലിയ വിവരം എന്ന് പറയുന്നത് ഏറ്റവും വലിയവനെക്കുറിച്ചുള്ള വിവരമാണ്. ഏറ്റവും വലിയവൻ അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, അല്ലാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്, ആ അറിവ് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനവികതയെ സംബന്ധിച്ചുള്ള അറിവ്, അതേ മാതാപിതാക്കളുടെ ബഹുമാനത്തെക്കുറിച്ചുള്ള അറിവ്, അയൽവാസിയോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന അറിവ്, കുടുംബം ബന്ധം എങ്ങനെ ചേർക്കണമെന്ന അറിവ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ സത്യം പറയണം, കള്ളം പറയാൻ പാടില്ല, വാക്ക് പാലിക്കണം, വാക്ക് ലംഘിക്കാൻ പാടില്ല, ആരെയും ദ്രോഹിക്കരുത്, മുസ്ലിമിനെയും അമുസ്ലിമിനെയും ദ്രോഹിക്കരുത്. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം, പരിപൂർണ മുസ്ലിം, അവൻ്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ വേറെ ആർക്കും ശല്യം ചെയ്യാത്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ അറിവ്, ശരിയായ അറിവ്, അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമൻ. മറ്റുള്ളവർക്ക് നിനക്ക് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ നല്ല അറിവ് അത് നമ്മുടെ മക്കൾ നേടിയെടുക്കണം. ആ നേടിയെടുക്കുന്നവർക്കുണ്ടാകുന്ന പവർ വേറെ ആർക്കും ഉണ്ടാവുകയില്ല. അത് നേർക്കുനേരെ അവർ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ. അതേ സമയത്ത് നമുക്ക് നല്ല ബോധം വേണം. നമ്മൾ പ്രത്യേകിച്ചും അറിവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയുന്ന ആളുകൾ, അവർ ആ അറിവനുസരിച്ച് ജീവിക്കാൻ എപ്പോഴും സന്നദ്ധമാകണം. ഇല്ലെങ്കിലോ അറിവ് കൊണ്ട് കാര്യം ലഭിക്കുകയില്ല. എന്ന് മാത്രമല്ല, എൻ്റെ മഹാനായ പുല്ലൂക്കർ ഉസ്താദ് അവർകൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതേ, ചക്ക കെട്ടുപോയാൽ കുറേയൊക്കെ ചെത്തി മാറ്റി അതിൽ നിന്ന് കുറേയൊക്കെ തിന്നാനുണ്ടാവും.
മുട്ട കെട്ടാലോ അത് പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്നല്ല, വളരെ ദൂരെ കൊണ്ടുപോയി എറിയണം, അത്രയും ദുർഗന്ധമായിരിക്കും അതിന്. ഇതുപോലെ സാധാരണക്കാർ കുറച്ചൊക്കെ മോശമായാലും കുറേയൊക്കെ നന്മകൾ ബാക്കിയാവും. അതേസമയത്ത് വിവരമുള്ളവൻ ചീത്തയായാൽ അവനിൽ തീരെ മുട്ട കെട്ടതുപോലെയായി പോകും. അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ എവിടെയും അറിവനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരാവുകയും നമുക്ക് ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, ആരോഗ്യം തരുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും നമ്മുടെ കരളും നമ്മുടെ ശ്വാസകോശവും നമ്മുടെ അന്നനാളവും ശ്വാസനാളവും എല്ലാം അല്ലാഹുവിൻ്റെ അധികാരത്തിലാണ്. ഓരോ സെക്കൻഡിലും അവൻ്റെ അധികാരത്തിൽ ജീവിക്കുന്നവരാണ് നാം. അവൻ ഏറ്റെടുത്തൊരു വിഷയമാണ് മാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭക്ഷണം നൽകുമെന്നത് അവൻ ഏറ്റെടുത്ത വിഷയമാണ്. അതിൽ നമ്മളൊരൽപ്പവും ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ എന്താകുമെന്ന് ആരും ആലോചിക്കേണ്ടതില്ല. തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി വഅയ്ഖൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയതാണ്. അതെ, എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ വിഷയം അത് എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഏൽപ്പിച്ചു. ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു അവൻ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. വമായകു മിൻ റിസ്ഖി ഫലൈസ യഫൂതുനി വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ ഗവാമിഖി. ഞാൻ എത്ര ആഴമുള്ള കടലിലാണെങ്കിലും എനിക്ക് നിശ്ചയിക്കപ്പെട്ട റിസ്ഖ് എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. സയതീ ബിഹില്ലാഹുൽ അളീമു ബിഫദ്ലിഹി വലൗ ലം യകുൻ മിന്നിൽ ലിസാനു ബിനാതിഖി. ഞാനൊരക്ഷരവും സംസാരിച്ചില്ലെങ്കിലും എനിക്ക് അല്ലാഹു തആല നിശ്ചയിച്ച ഭക്ഷണം, എനിക്ക് അല്ലാഹു നിശ്ചയിച്ച അനുഗ്രഹം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. അതിനാൽ ഫഫി അയ്യി ശൈഇൻ തദ്ഹബുൻ നഫ്സു ഹസ്റതൻ വഖദ് ഖസ്സമ അർറഹ്മാനു റിസ്ഖൽ ഖലായിഖി. മുഴുവൻ സൃഷ്ടികളുടെയും ഭക്ഷണം അല്ലാഹു നേരത്തെ നിശ്ചയിച്ചതാണ്. അത് എല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യത്തിലൊന്നും ആരും ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചതെല്ലാം അവൻ കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരിക്കലും നമ്മുടെ അറിവ് അത് നമ്മൾ പാഴാക്കാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. ഫസാദുൻ കബീറുൻ ആലിമും മുതഹദ്ദിഖു വഅക്ബറു മിൻഹു ജാഹിലും മുതനസ്സിഖു. രണ്ട് കക്ഷികളെ കൊണ്ട് വലിയ ഫസാദാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാൻ, ഒന്നാരാണ്? അയാൾ പണ്ഡിതനാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിന് വില കൽപ്പിക്കുന്നില്ല, ദീനിനെ വില കൽപ്പിക്കുന്നില്ല. അദ്ദേഹം ആ ദീനിനോട് അദ്ദേഹത്തിൻ്റെ അറിവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ബിരുദമെടുത്തവരുടെ പേര് ചിലപ്പോൾ പത്രത്തിൽ വരുന്നു. ആ വരുന്ന സമയത്ത് കേൾക്കുന്നത് എന്താണ്? അതേ, ഉംറക്ക് കൊണ്ടുപോയവരെ മദീനയിലിട്ട് ആള് മുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ റിയാദിലിട്ട് മുങ്ങിയിരിക്കുന്നു. ആ നേതൃത്വം കൊടുത്തവൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബിരുദമുള്ള ആളുടെ പേരാണ് കേൾക്കുന്നത്. ഇതുപോലെ സുബ്ഹാനല്ലാഹ് പലതും ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ പണ്ഡിതന്മാരെ കടിച്ചു കീറിയ ചില സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബിരുദമെടുത്തവരുടെ പേരുകൾ അതിൻ്റെ മുൻപന്തിയിൽ പലപ്പോഴും കാണുന്നു. അതിന് പകരം നമ്മെക്കൊണ്ട് ഇസ്ലാമിന് അതാ നല്ല മഹത്വം ലഭിക്കണം, ഇസ്ലാമിന് അഭിമാനം ലഭിക്കണം. ഈ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം. മറ്റൊരു വലിയ നാശമുള്ള കക്ഷികളാണ് വലിയ ഇബാദത്തുകാരായി സൂഫി മട്ടം ചമഞ്ഞ് നടക്കും, പക്ഷേ ഒരു വിവരവും ഉണ്ടാവില്ല. ആ വിവരമില്ലാത്തത് കൊണ്ട് വിവരക്കേടായിരിക്കും അത്തരം ആളുകളെ നയിക്കുന്നത്. അവരുടെ ഈ വേഷവും വിധാനവും പരിപാടിയൊക്കെ കാണുമ്പോൾ പലരും പെട്ടുപോകും. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടുത്തെ ഫതാവയിൽ പറഞ്ഞില്ലേ, ഉസ്താദായ അബുൽ മഹാമിൽ ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞങ്ങളൊരു ഹൽഖയിൽ പങ്കെടുത്തു. പള്ളിയിൽ നടക്കുന്ന ചെറിയ ഒരു ഹൽഖ. ആ ഹൽഖയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ആ പള്ളിയിൽ തന്നെ കുറേ ദൂരെ വേറൊരു വലിയ
ടീമിൻ്റെ ഒരു ഹൽക്ക നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ആള് കുറച്ചെല്ലാം ചില അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വലയിൽ ഈ അത്ഭുതം കണ്ട് പല സാധാരണക്കാരും പെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ശരിയായ ആശയക്കാരനല്ല. ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഹൽക്കയൊക്കെ കഴിഞ്ഞപ്പോൾ ഉസ്താദിന് ആ കക്ഷികളുടെ ഹൽക്ക കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ശരിയായ ആശയക്കാരനല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില കോപ്പിരാട്ടികളും ചില അത്ഭുത പ്രകടനങ്ങളൊക്കെ കണ്ട് പലരും പെട്ടുപോയിട്ടുണ്ട്. ഉസ്താദിന് വല്ലാത്ത വിഷമം തോന്നി. ഉസ്താദ് അവറുകൾ അതാ കാലിന് ധരിച്ച മെഴുതുകടിയോട്, അത് ധരിച്ച ആ ചെരിപ്പ് പോലെയുള്ള സാധനത്തോട് പറഞ്ഞു, ഇതാ നീ ചെന്നിട്ട് ആ ശൈഖായി ഇരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം സത്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അടിച്ച് ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, പറഞ്ഞു തീരേണ്ട താമസം കാലിന് ധരിക്കുന്ന പാദരക്ഷ അതാ ഓടുകയാണ്. നേരെ ചെന്ന് ആ ശൈഖിന്റെ പെരടിക്ക് അടിക്കുകയാണ്. ആ അടി ഇങ്ങനെ കിട്ടിയപ്പോൾ അദ്ദേഹം ഇറങ്ങി ഓടുകയാണ്, കൂടെയുള്ളവരും ഓടുകയാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്, അവർ ഹൽക്ക നടത്തും, അതേപോലെ തന്നെ ബുറുദ ചൊല്ലും, ചിലപ്പോൾ മൗലിദ് യോറായിട്ട് ചൊല്ലും. പക്ഷേ അവർ വിവരമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കും. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അങ്ങനെ ജാഹിലായ മുതനസ്സിക് അദ്ദേഹം വലിയ ഫസാദാണ് പടച്ച റബ്ബിൻ്റെ ദീനിന് വരുത്തി വെക്കുന്നത്. അതിനാൽ നമ്മൾ പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം. ഒരിക്കലും തന്നെ ഹുമാ ഫിത്നത്തുൻ ഫിൽ ആലമീന അളീമത്തുൻ ലിമൻ ബിമാ ഫീ ദീനിഹി യതമസ്സകൂ. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അപകടം പിടിച്ച പണ്ഡിതന്മാരും അതുപോലെ ഇബാദത്തുകൾ കാണിച്ചും അതുപോലെ തന്നെ നല്ല തലയെക്കെട്ടും വേണമെങ്കിൽ ഒരു സാലും അതേപോലെ നീണ്ട താടിയും കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള കുറേ വേഷങ്ങളൊക്കെ കെട്ടി മനുഷ്യരെ പിഴപ്പിക്കുന്ന ആളുകളുടെ ഫിത്ന അത് വളരെ വലുതാണ് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പാടുകയുണ്ടായി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇത് റജബ് മാസമാണ്. നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കേണ്ട വളരെ മഹത്വമേറിയ മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്ര മാസമാണെന്ന് ഖുർആൻ പറഞ്ഞ 4 മാസത്തിൽ ഒന്നാണല്ലോ റജബ്. ഈ റജബിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, ആത്മീയ ബോധത്തോടുകൂടെ ജീവിക്കാൻ നോക്കണം. നമ്മൾ കഴുകി വൃത്തിയാകണം. നമ്മുടെ മുന്നിൽ വലിയ 2 അതിഥികൾ വരാനുണ്ട്. ഒന്ന് ശഅബാനും മറ്റൊന്ന് റമദാനുമാണ്. ആ 2 അതിഥികളെയും സ്വീകരിക്കാൻ നമ്മളൊന്ന് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിക്കണം. ആ കുളി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വെള്ളം കൊണ്ടുള്ള കുളിയല്ല, മറിച്ച് നമുക്ക് ആത്മീയമായ കുളിയാണ്. അത് തൗബയിലൂടെയാണ്. തെറ്റുകൾ വരാത്തവർ നമ്മളിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ ആരും മഅസൂമീങ്ങളായ നബിമാരല്ല. ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരായിരിക്കും, തെറ്റുകൾ വന്നവരായിരിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും സ്നേഹിച്ച മുഴുവൻ ജനങ്ങൾക്കും സഹായിച്ചവർക്കും നീ മാപ്പാക്കണം റഹ്മാനെ. നമ്മളെപ്പോഴും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞവരാകണം. നമ്മൾ ആത്മീയമായി ശുദ്ധിയുള്ളവരാകണം. നമുക്കറിയാം, ഈ റജബ് മാസത്തിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ആ നിസ്കാരം ഒരിക്കലും ഖളാക്കാൻ പാടില്ല, അത് കൃത്യമായി നിസ്കരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാൻ അവസരം നൽകിയ ഒരു വലിയ യാത്രയാണല്ലോ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ യാത്രയിൽ എന്തെല്ലാം സംഭവങ്ങളാണ്. പോകുന്ന സമയത്ത് 3 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറക്കി നിസ്കരിപ്പിച്ചു. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന ശരീഫാണ്. മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത തൂരി സൈന പർവ്വതമാണ്. വേറെയൊന്ന് ബൈത്തുലഹമാണ്, അഥവാ ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമാണ്. ഈ ഹദീസ് ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ശറയിൽ ശൈഖ് സിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാം. ഇതിൽ വലിയൊരു തത്വമുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് ബറക്കത്തുണ്ടെന്നും ആ സ്ഥലങ്ങൾ തതബ്ബു ആഥാരി സ്വാലിഹീൻ, അത് കണ്ടെത്തുകയും അവിടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന
ഒരു തത്വം അതിലുണ്ട്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഇസ്രാഇന് വേണ്ടി മസ്ജിദുൽ അഖ്സയിലേക്ക് ചെല്ലുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അമ്പിയാക്കളുടെ ശരീരമെല്ലാം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്നാണ് യഥാർത്ഥ ഇസ്ലാമിനെ വക്രീകരിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ പ്രബോധനം 987 ജനുവരിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ മുസ്ലിമീങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിക്കുകയില്ല എന്നുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ വിശ്വാസവും മുസ്ലിമീങ്ങളുടെ വിശ്വാസവും തമ്മിൽ വളരെയേറെ അന്തരമുണ്ട്. അവരുടെ നയങ്ങളും അവരുടെ പരിപാടികളും അവരുടെ കർമ്മശാസ്ത്രവും വളരെ അന്തരമുണ്ട്. 73 നവംബറിൽ പ്രബോധനത്തിൽ 3 തലാഖ് ചൊല്ലിയാൽ 3 പോകുമെന്നാണ്. 83 മെയ് ആകുമ്പോൾ ഒന്നേ പോവുള്ളൂ എന്നാണ്. അങ്ങനെയാണല്ലോ അവരുടെ മതം. ഇങ്ങനെ ദിനേന മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതം. എന്ന് മാത്രമല്ല, അതേ കക്ഷികൾ തന്നെയാണ് പ്രബോധനത്തിൽ തങ്ങന്മാരിൽ നിന്ന് വിഭാഗമില്ല, സയ്യിദന്മാരില്ല. എന്ത് സയ്യിദ്, എന്ത് തങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്ന പതിവുണ്ട് കേരളത്തിൽ. കൈ ചുംബിക്കുകയല്ല വേണ്ടത്, അത്തരം കൈകൾ ഛേദിച്ചു കളയുകയാണ് വേണ്ടത്, മുറിച്ചു കളയുകയാണ് വേണ്ടത് എന്ന് എഴുതി വെച്ച പ്രബോധനം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് അവർക്ക് ആരെയും ആദരിച്ചുകൂടാ, ആരെയും ബഹുമാനിച്ചുകൂടാ. അതല്ല ഇസ്ലാം. ഇസ്ലാം അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നതിലാണ് ഖൈർ എന്ന് പഠിപ്പിച്ച ഖുർആൻ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആധാരം. ഇനിയും നിങ്ങൾക്ക് കാണാം, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ് അവരിവിടെ എഴുതി വെച്ചത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതാ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ തുടർന്ന് നിസ്കരിക്കാനുണ്ടായത് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളാണെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. അപ്പോൾ വഫാത്തായി പോയ മഹാന്മാർക്ക് ചിലപ്പോൾ ഭൂമിയിലേക്ക് വരാനടക്കം കഴിയുന്നുണ്ടെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഖുർആനും ഹദീസും സ്വീകരിക്കുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അവിടുന്ന് മേൽപോട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അള്ളാഹു തആല കൊടുത്ത 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കുന്നത് വരെയും അതിനോടൊപ്പവും അതാ ഇടപെട്ട നേതാവാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ആ ഹദീസ് കാണാം. പരിശുദ്ധ ഖുർആൻ തന്നെ വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മൂസാ നബി ജീർണിച്ച് നശിച്ചു എന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്. ആകയാൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിൻ്റെ ആശയം ജീവിതത്തിൽ പകർത്തി നാം ജീവിക്കണം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങളവറുകളെത്തി. ഞാൻ നീട്ടുന്നില്ല, എനിക്ക് ട്രെയിനിന് പോകാനുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞത് വരാൻ വൈകലും പോകാൻ വേഗം പോകലും. അങ്ങനെയാണ് നമ്മൾ ആളുകൾ. കാര്യം ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സമയത്തിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. വരുന്ന ട്രെയിന് വൈകി, പോകുന്നതും കൂടി വൈകിട്ടുണ്ടേ സുഖമായിരുന്നു. ഏതായിരുന്നാലും ശരി, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെപ്പോഴും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. മരണപ്പെട്ടു പോയവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് പുത്തനാശയം. അതേ സമയത്ത് അവരും 5 വഖത്തേ നിസ്കരിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടിട്ടാണ് അത് 5 ചുരുങ്ങിയതെന്ന് ബുഖാരി, മുസ്ലിം തുടങ്ങിയ സർവ്വ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. പക്ഷേ ആ ഹദീസൊന്നും സ്വീകരിക്കാൻ ഈ പുത്തൻവാദികൾ തയ്യാറല്ല. അവരുടെ വകയിൽ ചില നിയമങ്ങളും ചില ആശയങ്ങളും ഉണ്ടാക്കി സാധാരണക്കാരായ ആളുകളെ കൺഫ്യൂഷനാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് നേരത്തെ തന്നെ പറയുമ്പോൾ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന, കബളിപ്പിക്കുന്ന ഒരു വിഭാഗം വരും എന്ന് പറഞ്ഞത്. ഇന്നും കബളിപ്പിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനും ഹദീസും വെട്ടിമുറിച്ച് കബളിപ്പിക്കുന്ന കക്ഷികൾ ഇപ്പോൾ കബളിപ്പിക്കൽ എങ്ങനെയാണ്? ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് തലയും വാലും മുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അലവി സഖാഫിയുടെ ഒരു പ്രസംഗത്തിൻ്റെ തലയും വാലും മുറിച്ച്, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ തലയും വാലും മുറിച്ച് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തിട്ട് ആളുകളെ കൺഫ്യൂഷനാക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേകതയാണ് പിന്നീട് വരുന്ന കാര്യം മുൻകൂട്ടി അറിയാൻ സാധിച്ചു എന്നത്. യകൂനു ഫീ ആഖിരി സമാനി, അവസാന നാളിൽ ഉണ്ടാകും അതേ ദജ്ജാലൂന,
കബളിപ്പിക്കുന്നവരുണ്ടാകും. കദ്ദാബൂന, ധാരാളം കളവ് പറയുന്നവരുണ്ടാകും. യതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരും. ആ പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവന്ന് പാലക്കാടും പരിസരങ്ങളും പല സ്ഥലത്തും ആ പുത്തൻവാദികൾ പ്രചരിപ്പിച്ചപ്പോൾ പലരും അതിൽ പെട്ടുപോയിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ മഹാനായ ശൈഖുന ഇ.കെ. ഉസ്താദ് അവറുകൾ, ഇ.കെ. ഹസൻ മുസ്ലിയാർ അവറുകൾ വലിയ പരിശ്രമം നടത്തി. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ബാപ്പു ഉസ്താദ് അവറുകൾ വളരെ വിനയാന്വിതനായ ആ മഹാപണ്ഡിതൻ ആത്മാർത്ഥമായ വലിയ സേവനങ്ങൾ നടത്തി. അൽഹംദുലില്ലാഹ് ഇപ്പോഴും നമ്മുടെ മാരായമംഗലം ഉസ്താദും കൊമ്പം ഉസ്താദും ഒക്കെ നമുക്ക് നേതൃത്വം നൽകുന്നു. ഈ പാലക്കാട് ജില്ലയിൽ എൻ്റെ ഗുരുവര്യന്മാരായ അബ്ദുള്ള ഉസ്താദ് അടക്കം, അതുപോലെ ഞാൻ വളരെയേറെ ആദരിച്ച അലി ഉസ്താദ് അടക്കം, ഉമരംപുത്തൂർ ഉസ്താദ് അടക്കം, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ഉമറാക്കൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ SSFന്റെ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ അവിടെ പാലക്കാട് വന്നാൽ അബൂക്കർ ഹാജിയുടെ ഹോട്ടൽ, അതേപോലെ മുഹമ്മദ് കുട്ടി ഹാജിയുടെ നേതൃത്വം, അങ്ങനെ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. നമ്മളും ഒരു ദിവസം മരിച്ചു പോകുന്നവരാ. ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കും മരിക്കണമെന്ന ബോധത്തോടുകൂടി മരണത്തിനു വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാരോ അവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മുടെ സംഘടനകൾ സജീവമാക്കണം. SSF ശക്തിപ്പെടുത്തണം, SYS ശക്തിപ്പെടുത്തണം, കേരള മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടുത്തണം. കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു വർഷമാണ് നമുക്കിനി ആഘോഷിക്കാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് 100ാം വാർഷികം വളരെ ഇസ്സത്തോടുകൂടി പണ്ഡിതന്മാർ കൊണ്ടാടുകയാണ്. ഇസ്സത്തുള്ള പണ്ഡിതന്മാർക്ക് എന്നും ഇസ്സത്തുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനാണ്. നല്ല ഉറച്ച വിശ്വാസമുള്ളവർക്കാണ്. ആരെയും കണ്ടിട്ടല്ല. ബഹുമാനപ്പെട്ട കൊമ്പം ഉസ്താദും മാരായമംഗലം ഉസ്താദും അവരുടെ മുൻഗാമികളായ നേരത്തെ ഞാൻ പേര് പറഞ്ഞ ഉസ്താദുമാരും മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും നമ്മുടെ നേതാക്കൾ നമ്മെ നയിച്ചത് അള്ളാഹുവിനെ മാത്രം കണ്ടുകൊണ്ടാണ്. നമ്മുടെ ഈ സ്ഥാപനം സ്ഥാപിച്ചത്, അതുപോലെ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചത് അള്ളാഹുവിനെ കണ്ടുകൊണ്ടാണ്. അള്ളാഹു വലിയ സഹായം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, സംഘടനക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല ഉരുക്കുകോട്ട പോലെ നമ്മുടെ സംഘടന ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം കാസർഗോഡ് വെച്ച് പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ഒരു വർഷം നമുക്ക് കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷമാണ്. അതിൻ്റെ പരിപാടികൾ ഏറ്റെടുത്ത് നമ്മളെല്ലാവരും വിജയിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, അത് കഴിയുന്നതോടുകൂടെ പിന്നെ നമ്മൾ 100ാം വാർഷികത്തിന്റെ മഹാസമ്മേളനത്തിന് വേണ്ടി ഒരുക്കം. അതിൻ്റെ പുറമെ ആരുടെ മുന്നിലും ഏത് വിഭാഗത്തിന്റെ മുന്നിലും പറയാവുന്നതല്ലേ നമ്മുടെ ആശയം പറഞ്ഞുകൂടാ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം ഇത് ദൈവികമായ പ്രസ്ഥാനമാണ്, ദൈവികമായ വ്യവസ്ഥിതിയാണ്. അതിനൊരിക്കലും ന്യൂനത ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കാര്യം ചിലർക്ക് മനസ്സിലായില്ല എന്ന് വരും, അത് സ്വാഭാവികമാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മേൽഭാഗത്തു കൂടി ഒരു വിമാനം പറന്നു പോകുന്നത് കണ്ടാൽ കാണുന്ന പലർക്കും തോന്നും അതൊരു ചെറിയ കൊള്ളിക്കണ്ടമാണ്, ഒരു കൊള്ളിക്കഷ്ണമാണ് എന്ന് തോന്നും. പക്ഷേ നമ്മൾ അടുത്തേക്ക് ചെന്നത് കാണുമ്പോഴാണ് അതിൻ്റെ വിശാലതയും അതിൻ്റെ വലിപ്പവും അതിൻ്റെ ശക്തിയും അത് എത്ര വെയിറ്റ് ഉള്ളത് താങ്ങിയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ ഇസ്ലാമിനെ പഠിക്കാത്തവർ ദൂരെ നിന്ന് ഇസ്ലാമിനെ കാണുമ്പോൾ ദൂരെ നിന്ന് പ്ലെയിൻ കാണുന്നത് പോലെയാണ് അവരെ ധാരണ. ഇതൊരു ചെറിയ കൊള്ളിക്കഷ്ണാണ്, മെല്ലെ ഊതി അങ്ങ് പറപ്പിച്ച് കളയാം, അല്ലെങ്കിൽ മെല്ലെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നാണ്. അവർ പഠിക്കാനൊരുങ്ങണം, ഇസ്ലാമിൻ്റെ വിശാലത ഗ്രഹിക്കണം. ഇസ്ലാമിനെ പഠിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിൻ്റെ പവിത്രത ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ആ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയം. ഒരിക്കലും തന്നെ ആരെയും അവമതിക്കലല്ല, ആരെയും നിസ്സാരപ്പെടുത്തലല്ല, ആരെയും കുറ്റം പറയലല്ല, ആരെയെങ്കിലും നിസ്സാരപ്പെടുത്തലല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സാദാത്തുക്കൾക്ക് നൽകേണ്ട സ്ഥാനം സാദാത്തുക്കൾക്ക് നൽകും, ആലിമീങ്ങൾക്ക് നൽകേണ്ട സ്ഥാനം ആലിമീങ്ങൾക്ക് നൽകും, സാധാരണക്കാർക്ക് നൽകേണ്ട സ്ഥാനം അവർക്ക് നൽകും, അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകേണ്ട സ്ഥാനം അവർക്ക് നൽകും, രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നൽകേണ്ട സ്ഥാനം അവർക്ക് നൽകും.
അങ്ങനെ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ പൂർവീകരായ മഹാന്മാര് പഠിപ്പിച്ച ആദർശത്തിൽ ഒരല്പവും വെള്ളം ചേർക്കാതെ, അത് മറ്റൊരാൾക്കും പണയം വെക്കാതെ, വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട്, അങ്ങനെയുണ്ടല്ലോ ഒരു ബഡ് ചെയ്ത മരം പോലെ മറ്റൊന്നിനോട് തുന്നിപ്പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജംഇയ്യത്തുൽ ഉലമയല്ല നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ. അത് ശരിക്കും നട്ടു വളർത്തിയതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകൾ. അതിന്നും അതിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയാണ്. ആ പണ്ഡിത സഭയുടെ അതേ ആരാലും ആകർഷിക്കപ്പെടുന്ന പദ്ധതികളുമായി ഇൻഷാ അല്ലാഹ് അതിൻ്റെ മഹാസമ്മേളനമടക്കം നമുക്ക് നടത്താനുണ്ട്. അതിന് എല്ലാവരും സന്നദ്ധരാവുകയും പ്രവർത്തിക്കുകയും ഒരുങ്ങുകയും ചെയ്യണമെന്ന് ഈ പാലക്കാട് ജില്ലയിലും പരിസരങ്ങളിലുമുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമിനായ റബ്ബേ, ഇതൊരുപാട് ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന സ്ഥാപനമാണ്. നിന്റെ പരിശുദ്ധ ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുന്ന സ്ഥാപനമാണ്. ഹാഫിളീങ്ങളെ വളർത്തിയെടുക്കുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് വിദേശത്തും നാട്ടിലുമുള്ള എത്രയോ ജനങ്ങൾ സഹായിച്ചവരും സഹായിക്കുന്നവരുമുണ്ട്, പ്രവർത്തിച്ചവരും പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ച, ഞാൻ വരുന്ന സമയത്ത് വടകരക്കടുത്ത് ഓർക്കാട്ടേരിയിൽ കുഞ്ഞമ്മദ് ഹാജിയുടെ വീട്ടിൽ കയറി. അദ്ദേഹം 2 ദിവസം മുമ്പ് മരണപ്പെട്ടുപോയി. വലിയ സഹായങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് നൽകിയ ദുബായിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും വേറെ ചില മരണ വീടുകളിൽ കയറിയപ്പോഴും പറഞ്ഞു, പോകുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ദുആ ചെയ്യുമെന്ന്. ആ വാക്ക് പാലിക്കേണ്ടതുണ്ടല്ലോ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെയും ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. നമ്മളെപ്പോഴും ആലോചിക്കണം, അവർ മരിച്ചുപോയി, അവർ വേറേതോ ജില്ലക്കാരാണ്, പക്ഷേ സഹായം നൽകിയതിൻ്റെ ഫലം അവരുടെ ഖബറിൽ അവരിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആർക്കും നഷ്ടപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തും നാട്ടിലുമുള്ള നമ്മുടെ പ്രവർത്തകന്മാരും സഹായികളും സഹകാരികളും അവരല്പവും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എന്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും, ലാ യുദീഉ അജ്റ മൻ അഹ്സന അമലാ, ഇഖ്ലാസോടെ ചെയ്ത പ്രവർത്തനം അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഇന്നേ വരെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ ഒരു സമ്മേളനം വിജയിക്കാൻ വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, അല്ലാഹുവേ സർവ്വ ജനങ്ങൾക്കും സർവ്വ നന്മകളും ദുനിയാവിലും ആഖിറത്തിലും പാവപ്പെട്ട ഞങ്ങൾക്കും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. സർവ്വ മുസീബത്തുകളിൽ നിന്നും കാവൽ നൽകണം റഹ്മാനെ. ഞങ്ങളെ ആലിമീങ്ങൾക്ക്, കൊമ്പം ഉസ്താദിനും അതുപോലെ മാരായമംഗലം ഉസ്താദിനും അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാർ, ഈ പാലക്കാട് ജില്ലയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങൾ, അതുപോലെ ഓരോ മേഖലയിലുമുള്ള പ്രവർത്തകർ, നേതാക്കൾ, അതുപോലെ ഉസ്താദുമാർ, മുദരിസുമാർ തുടങ്ങി ആരെല്ലാം നിന്റെ ദീനിന്റെ സേവനം ചെയ്യുന്ന ആലിമീങ്ങളുണ്ടോ, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഏത് സാധാരണക്കാരുണ്ടോ, ഏത് മുഅ്മിനീങ്ങളുണ്ടോ, അവർക്ക് ശക്തി പകരുന്ന ഏത് സയ്യിദന്മാരുണ്ടോ, അല്ലാഹുവേ, ആര് സാമ്പത്തിക ശേഷിയുള്ളവർ ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടോ, എല്ലാവരെയും നീ ഏറ്റെടുത്ത് ഞങ്ങളെയും ഏറ്റെടുത്ത് ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട വിനയാന്വിതരായ അടിമകളിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആനി വസാഇരിൽ ഖൈറാത്തി യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. തീരുന്നവരെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ട്രെയിന് പോകും. നാളെ കർണാടകയിലാണ് പരിപാടി. അതിന് മുമ്പ് വേറെ ഒരുപാട് പരിപാടികൾ പകലും ചെയ്യാനുണ്ട്. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ ജസീല. ജസാക്കുമുല്ലാഹു ഖൈറ വഖൈറൽ ജസാ.